എല്ലാവർക്കും സുരാജ് വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്ന സ്ത്രീജനങ്ങളൊക്കെ കുളിക്കുന്ന സമയം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നിത്യം കുളിക്കാറുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ കുളിക്കാത്തവരാണെങ്കിൽ അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ട് പറയാം. അപ്പോൾ എല്ലാവർക്കും സംശയമാണ്, ഞങ്ങൾ ഇന്ന സമയത്ത് കുളിച്ചാൽ അല്ലെങ്കിൽ കുളിക്കാതിരുന്നാൽ എന്താണ് പ്രശ്നം, കുളിക്കേണ്ട സമയം എപ്പോഴാണ് തിരുമേനി? ഞാൻ മുന്നുള്ള വീഡിയോസിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നിരുന്നാലും ഒന്നുകൂടി ചെയ്യാം. അതിനു മുമ്പ് വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും, അവൻ ലൈക്ക് ചെയ്യും, ഷെയറും ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് അമർത്തുകയൊക്കെ ചെയ്യുക. അപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ കണ്ടിന്യൂസ് ആയിട്ട് ലഭിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യാത്തതുകൊണ്ടാണ് നമ്മുടെ വീഡിയോസൊന്നും നിങ്ങളിലേക്ക് എത്താത്തത്. അപ്പോൾ ഞാൻ കുറച്ച് 2 ദിവസം മുമ്പുള്ള വീഡിയോസൊക്കെ ഇട്ടിട്ട് നല്ല ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസൊക്കെ ഇട്ടിട്ട് ആകെ 18 പേരൊക്കെ കണ്ടിട്ടുള്ളൂ. 45 പേരൊക്കെ കാണുന്നത്, 100 പേര് തികച്ച് കാണില്ല. അപ്പോൾ എല്ലാവരും പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുകൊണ്ട് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം എന്ന് പറയുന്ന സ്ത്രീകളുടെ കുളിക്കുന്നതിനെ പറ്റിയിട്ടുള്ള സംഭവങ്ങളെ കുറിച്ചിട്ടാണ് പറയാം. എല്ലാവരും കുളിക്കുന്നവരാണ്. അപ്പോൾ അതുപോലെ തന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ വടക്കുംഭാഗത്ത് കരുനീരി മഠത്തിൽ അമ്മയ്ക്ക് നമ്മളെ ഇരിക്കാനുള്ള സ്ഥലം വാങ്ങുകയാണ്. അപ്പോൾ അതിനകത്തേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സംഭാവനയായിട്ട് 1 രൂപ മുതൽ നിങ്ങൾക്ക് എത്ര രൂപ വേണമെങ്കിലും നിങ്ങൾക്ക് സംഭാവന നടത്താം. അപ്പോൾ നിങ്ങൾ കുറേ നാളായിട്ടൊക്കെ വാടക കിടക്കുകയാണ് തിരുമേനി, അപ്പോൾ അതിനെന്തൊരു പരിഹാരം. അപ്പോൾ 1 രൂപയെങ്കിലും നിങ്ങൾ, ഞാൻ മുന്നുള്ള വീഡിയോസിൽ ഇപ്പോഴത്തെ വീഡിയോസിലൊക്കെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറാണ് ഗൂഗിൾ പേ നമ്പർ. അപ്പോൾ അതിന് ശേഷം നമ്മൾ വാട്സാപ്പിൽ അയക്കുക, വിളിക്കരുത്. വിളിച്ചാൽ കിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് വാട്സാപ്പിൽ അയച്ചു കഴിഞ്ഞാൽ ഞാൻ രാത്രിയിലൊക്കെ കാണുമ്പോൾ ഞാൻ റീപ്ലൈ തരും, അല്ലെങ്കിൽ അതനുസരിച്ചുള്ള പൂജകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തോളാം. ഒരുപാട് പേര് വാട്സാപ്പിലേക്ക് വരുന്നുണ്ട്, അതുകൊണ്ടാണ് നിങ്ങളും വാട്സാപ്പിലേക്ക് വരിക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ശുഭദിനം നേരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. സ്ത്രീജനങ്ങൾ കാലത്ത് എണീറ്റ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കുളിക്കുകയാണ് ചെയ്യേണ്ടത്. കുളിച്ചിട്ട് ശുദ്ധമായതിനു ശേഷം മാത്രമാണ്, കുളിക്കുന്നതിന് മുമ്പ് അടിച്ചുവാരി പെറുക്കാനൊക്കെ ഉള്ള അടിച്ചുവാരിയൊക്കെ പെറുക്കി കഴിഞ്ഞതിന് ശേഷം പോയി കുളിക്കുക. കുളിച്ചതിന് ശേഷം അടുപ്പ് കത്തിച്ച് കഴിഞ്ഞാൽ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ഉണ്ടാകും. കുളിച്ച് തൊട്ട് പുറകെ തന്നെ സീമന്തരേഖകൾ, കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ സീമന്തരേഖകൾ സിന്ദൂരം വരയ്ക്കുക. അതുപോലെ തന്നെ വിളക്ക് വെക്കാണെങ്കിൽ വിളക്ക് വെക്കുന്ന കാലത്ത് പതിവുള്ളവർ വിളക്ക് വെക്കുക, ഇല്ലാത്തവരില്ല, കുഴപ്പമില്ല. നമ്മുടെ അതിനുശേഷം അടുപ്പ് വെച്ച് ഭക്ഷണമൊക്കെ പാചകം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ സർവ്വ ഐശ്വര്യങ്ങളും അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകും. സ്ത്രീജനങ്ങൾക്ക് പ്രത്യേകം ഒരു അനുഗ്രഹങ്ങളൊക്കെ കിട്ടുന്ന സമയമാണ്. അതുപോലെ തന്നെ അടുക്കളയിൽ കയറുമ്പോൾ നമ്മുടെ തലയിൽ ഇങ്ങനെ കെട്ടിയിട്ട് ഈ തോർത്ത് ഇങ്ങനെ കെട്ടിക്കണം. ആ സമ്പ്രദായം അതിനു മുമ്പ് അഴിച്ച് കളയുക. അടുക്കളയിൽ കയറുമ്പോൾ അത് ഒഴിവാക്കുക. എന്നാൽ അങ്ങനെ കെട്ടണം തരുമേനി, വെള്ളം പോകില്ല, അങ്ങനെയുള്ളവർക്ക് അത് കെട്ടാം. അത് കെട്ടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കെട്ടി വെക്കാതെ വെറുതെ ഇങ്ങനെ ഇടുക, മുടി പോലെ ഇങ്ങനെ കെട്ടി വെച്ച് ചിക്കാതെ. ഓക്കെ, വെള്ളം ഇങ്ങനെ കെട്ടി വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയാണ് അത് ബുദ്ധിമുട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കാര്യം തോർത്ത് തണുപ്പാണ്, നമ്മുടെ തലയും തണുപ്പാണ്. നമ്മുടെ തലയിൽ വെള്ളം വലിയാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യണത്. ഉണങ്ങിയ കോട്ടൺ തുണിയാണെങ്കിൽ പ്രശ്നമില്ല. ഈ നനഞ്ഞ തുണി തന്നെ ആകുമ്പോൾ നമ്മുടെ തലയ്ക്ക് അതൊരു ഭാരമായിട്ടും ഇതായിട്ടൊക്കെ മാറും. നമുക്ക് തലവേദന, മൈഗ്രെയിൻ പോലുള്ള അതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ പരമാവധി അത് ഒന്ന് കാറ്റ് വിളിച്ചൊക്കെ ഉണക്കിയെടുക്കുക തലമുടി പെട്ടെന്ന്. അങ്ങനെ കെട്ടി വെച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് തന്നെ അത് മൈഗ്രെയിൻ്റെ പ്രശ്നങ്ങളും തലവേദന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളത് ചെയ്യാതെ നമ്മൾ അടുക്കളയിലേക്ക് കയറുക, അടുക്കളയ്ക്ക് ഒന്ന് അടിച്ച് വാരുക. നമ്മളിപ്പോൾ സാധാരണ വിറകടുപ്പാണെങ്കിൽ വിറകടുപ്പൊക്കെ ഒന്ന് ചാരമൊക്കെ വാരിക്കളഞ്ഞ് ക്ലീൻ ആക്കുക, ഇച്ചിരി വെള്ളമൊക്കെ തിളയ്ക്കുക. പിന്നെ അതുപോലെ നമ്മൾ ഗ്യാസ് അടുപ്പാണെങ്കിൽ ഗ്യാസിൻ്റെ ഇവിടെ ഒന്ന് തുടയ്ക്കുക. വൈകുന്നേരം നമ്മൾ തുടച്ചിട്ടതാണെങ്കിൽ ഒന്ന് തുടച്ച് പാചകം ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ ആ വീട്ടിൽ നല്ല ഐശ്വര്യ അഭിവൃദ്ധി ലക്ഷ്മി ദേവിയുടെ കടാക്ഷം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ വൈകുന്നേരം ഇതുപോലെ തന്നെ സ്ത്രീജനങ്ങൾ കുളിക്കേണ്ടത് ഒരു 4:30-5 മണിക്കുള്ളിൽ കുളിക്കുക. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ അടിച്ചുവാരലും പാത്രങ്ങളിലൊക്കെ കഴുകി കഴിഞ്ഞതിന് ശേഷം 5 മണിക്ക് ശേഷം പാചകം ചെയ്യാനായിട്ടുള്ള രീതിയിലേക്ക് വൈകുന്നേരത്തേക്കുള്ള പാചകത്തിന് വേണ്ടിയിട്ട് ഒരു 6 മണിക്ക് മുമ്പ് പാചകമൊക്കെ തീർക്കാൻ പാകത്തിന്. അതിന് മുമ്പ് നമുക്ക് കുളിക്കാൻ ഭക്ഷണമൊക്കെ വെക്കണമെങ്കിൽ വെക്കാം, കാലത്ത് കുളിച്ചതാണല്ലോ വെക്കാം. 6 മണിക്ക് ശേഷം അടുപ്പ് കൂട്ടാതിരിക്കണതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം. അടുപ്പ് കിടത്തിയിടുകയും പിന്നെ അതുപോലെ തന്നെ ത്രിസന്ധി സമയത്ത് വിളക്ക് വെക്കുന്നവരാണെങ്കിൽ വിളക്ക് വെക്കാം. വിളക്ക് വെക്കുന്നവരാണെന്നല്ല, നിർബന്ധമായിട്ടും ത്രിസന്ധി സമയത്ത് വിളക്ക് വെക്കണം. 6 മുതൽ 7 മണി വരെയെങ്കിലും മാക്സിമം വിളക്ക് വെക്കണം. കുറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ 6 മണി തൊട്ട് 7 മണി വരെ വിളക്ക് വെക്കാം. അല്ലെങ്കിൽ 5:30 മുതൽ ചില സ്ഥലങ്ങളിൽ 5:30 മുതൽ 7 മണി വരെ വെക്കണവരുണ്ട്. നമ്മുടെയൊക്കെ വീടുകളിൽ 5:30 മുതൽ 7 മണി വരെ വെക്കണവരാണ്. ചില സ്ഥലങ്ങളിൽ 6 മണി തൊട്ട് 7 മണി വരെ 1 മണിക്കൂർ, ചില സ്ഥലങ്ങളിൽ 6:30 തൊട്ട് 7 മണി വരെ നമുക്ക് ഇതും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വിളക്കിൽ 5 തിരിയിട്ട് കത്തിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. എന്നാൽ ഒരു സൈഡിലേക്ക് ഒരു തെക്കിലേക്കായിട്ട് ഇടുന്ന ഒരു വ്രതം ഉണ്ട്.
അല്ലാണ്ട് തിരിയിൽ നമുക്ക് തിരി എന്തോരം വേണമെങ്കിലും ഇടാം, അത് നമ്മുടെ അനുസരിച്ച്. അപ്പോൾ 6 മണിയാകുമ്പോൾ കുളിച്ചതിന് ശേഷം കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ നിർബന്ധമായിട്ട് സീമന്ത രേഖയിൽ സിന്ദൂരം വരയ്ക്കുക. അത് ഭർത്താവിൻ്റെ ദീർഘായുസിനൊക്കെ നല്ലതാണെന്ന് പറയാം. പിന്നെ അതുതന്നെയല്ല, നമ്മളൊരു കല്യാണം കഴിച്ചൊരു സ്ത്രീ ആകുമ്പോൾ അത് ചെയ്തുകൊണ്ട് പുറത്തിറങ്ങുന്നതാണ് ഏറ്റവും ഇന്നത്തെ കാലത്ത് അതൊക്കെ നല്ലത്. എന്നിപ്പോൾ അങ്ങനെ സിന്ദൂര രേഖ പൊട്ട് തൊട്ടാലും വലിയ കാര്യമൊന്നുമില്ല ഇന്നത്തെ കാലത്ത്. അപ്പം രേഖയിൽ പൊട്ട് വരച്ചിട്ട് ഇറങ്ങുക. അതുപോലെ തന്നെ ക്ഷേത്ര ദർശനമൊക്കെ നടത്തുക. ഭഗവാന്റെ അനുഗ്രഹമൊക്കെ ഉണ്ടാവണം. നമ്മുടെ സർവ്വത്തിലുള്ള ഐശ്വര്യങ്ങൾ അഭിവൃദ്ധി ഉണ്ടാകുന്ന നമ്മുടെ സ്ത്രീജനങ്ങളാണ്. അപ്പോൾ ഒരു കഥ പറയുക, ഇപ്പം ഞാൻ ഒരു ഓർമ്മയിൽ വന്നൊരു കഥ പറയാം. അപ്പം ഒരു സ്ഥലത്ത് നീ എന്തിനാണ് വിളക്ക് വെക്കണത്, കാലത്ത് വരുമ്പോൾ ഭർത്താവ് പറയും, നീ എന്തിനാണ് വിളക്ക് വെക്കണത്, നീയല്ലേ വീടിൻ്റെ വിളക്ക് എന്ന് പറയും. അപ്പോൾ വൈകുന്നേരം ഈ കള്ള് പിടിച്ചിട്ട് വന്നിട്ടുള്ള ആൾ വൈകുന്നേരം കള്ള് പിടിച്ച് വന്നിട്ട് ഈ വിളക്കിനെ എടുത്തിട്ട് പുറത്തിട്ട് ചവിട്ടിക്കൂട്ടലാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു വന്നത് എന്തുകൊണ്ടാണ്, നമ്മളിതൊക്കെ കറക്റ്റായിട്ട് ചെയ്യാത്തതുകൊണ്ട് കൊണ്ടാണ് നമുക്കിങ്ങനെ ചെറിയൊരു ബുദ്ധിമുട്ടുകൾ. പിന്നെ അസുഖങ്ങളൊക്കെ ആറ്റൊഴിഞ്ഞിട്ട് നേരെയുള്ള തീരുമാനം ഇങ്ങനെ കൊണ്ടാണ് നമുക്ക് അസുഖങ്ങളൊക്കെ വരുന്നത്. പലരും ഇപ്പോൾ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, മിക്ക സ്ത്രീജനങ്ങളും പറയണത് മൈഗ്രെയിനിൻ്റെ പ്രശ്നമാണ്, തലവേദനയാണ് എന്ന് പറഞ്ഞത്. ഇതൊക്കെ കൊണ്ടാണ് തലവേദനയൊക്കെ മാറാത്തത്. നിങ്ങൾ ഡോക്ടറിൻ്റെ അടുത്തല്ലോ, ഡോക്ടറും പറഞ്ഞാൽ ഇത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് സ്ത്രീജനങ്ങൾ ഇങ്ങനെ തലയിൽ ഇങ്ങനെ വെച്ച് ഇങ്ങനെ കെട്ടിക്കൊണ്ട് കിടക്കണം. ആ നേരം കൊണ്ട് കാറ്റ് വിളിച്ച് പെട്ടെന്ന് അല്ലെങ്കിൽ നല്ല തോർത്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു കോട്ടൺ തുണി കൊണ്ടൊക്കെ തുടച്ച് നന്നായിട്ട് പെട്ടെന്ന് തന്നെ ഉണക്കിയെടുക്കുക. തലയിൽ വെച്ച് കെട്ടാൻ നേരത്ത് എന്താ ഗുണം? ഒരു ഗുണമില്ല. തലയിൽ വെച്ച് തോർത്ത് ചെയ്തിട്ട് കഴിഞ്ഞാൽ തോർത്ത് കഴിഞ്ഞ് വീണ്ടും ആ തലയിൽ തന്നെ ഇരിക്കാതെ അത് നമുക്ക് തലയ്ക്ക് ഭാരമല്ലേ ഉണ്ടാവുള്ളൂ, മാറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യാതിരിക്കാം. അതും ലക്ഷ്മി കടാക്ഷത്തിന് അത് നമ്മൾ ശാസ്ത്രപരമായിട്ട് പറയുകയാണെങ്കിൽ ലക്ഷ്മി കടാക്ഷത്തിനൊക്കെ ദോഷം ചെയ്യും. അതുകൊണ്ട് സ്ത്രീജനങ്ങളൊക്കെ അങ്ങനെ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യും, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തിയൊക്കെ ചെയ്യുക. വീഡിയോസ് എല്ലാവർക്കും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ വടക്കും ഭാഗത്ത് കരുന്നേരി മഠത്തിൽ ഭദ്രകാളി അമ്മയ്ക്ക് ഇരിക്കാനായിട്ട് നമ്മൾ സ്ഥലം മേടിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളാൽ കഴിയുന്ന ഒരു രൂപ നിങ്ങൾ തന്ന് സഹായിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറേ നാളായിട്ട് വീട് മേടിക്കാനായിട്ടാണ് വാടക കിടക്കുന്നു, അങ്ങനെ ദുരിതങ്ങളായിട്ട് അസുഖമായിട്ട് കിടക്കണം, അതുപോലെ തന്നെ ദുരിതങ്ങളാണ്. അങ്ങനെയുള്ളവരൊക്കെ ഒരെങ്കിലും താഴെ കാണുന്ന നമ്പറിലേക്ക് ഗൂഗിൾ പേ ചെയ്യുകയോ, നിർബന്ധമില്ല, പ്രത്യേകം പറയണ നിർബന്ധമില്ല, അങ്ങനെയൊക്കെ ചെയ്യുക. അപ്പോൾ നമ്മൾ സ്ഥലം മേടിക്കുന്നതിൻ്റെ വീഡിയോസും മറ്റുള്ള കാര്യങ്ങളൊക്കെ, പ്രതിഷ്ഠ മറ്റുള്ള കാര്യങ്ങളൊക്കെ വീഡിയോസൊക്കെ എടുത്ത് നിങ്ങൾക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് കാണിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്തേ. ഓം ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു ഗുരു ദേവ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമഃ.